everyone, myself Ladida Nasrin. I am an IIT graduate. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ ന്യൂമററി സീറ്റ്സ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ എന്താണ് സൂപ്പർ ന്യൂമററി സീറ്റ്സ്? ഇതുകൊണ്ട് ഗേൾസിന് എന്താണ് അഡ്വാൻറ്റേജ്? ഗേൾസിനാണോ ബോയ്സിനാണോ IIT കിട്ടാൻ കൂടുതൽ ചാൻസ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? സോ അതിൻ്റെയൊക്കെ ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. So watch till end and share the video if you find it informative. പൊതുവെ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിലൊക്കെ ഗേൾസിൻ്റെ നമ്പർ വളരെ കുറവാണ്. കേരളത്തിൽ ഈ സ്ഥിതിക്ക് ചെറുതായി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗേൾസും എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാറുണ്ട്. പക്ഷേ IIT NIT പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പോഴും ഗേൾസിൻ്റെ നമ്പർ വളരെ കുറവാണ്. സോ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഗേൾസിന് ബോയ്സിൻ്റെ അത്ര ടാലൻറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു പ്രഷറാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ കേരളത്തിൽ IIT ഏതാ? IIT പാലക്കാടാണ് അല്ലേ? അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. അതിന് മുന്നേ IITയിൽ പോയി പഠിക്കണമെങ്കിൽ കേരളത്തിലത്തെ ഒരു പെൺകുട്ടിക്ക് IITയിൽ പോയി പഠിക്കണമെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് പോകേണ്ടി വരും. സോ പാരൻസ് എന്താ ഡിസൈഡ് ചെയ്യുക? ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ പഠിച്ചോട്ടെ എന്നായിരിക്കും ഡിസൈഡ് ചെയ്യുക, റൈറ്റ്? സോ അങ്ങനെ അവരുടെ ആ ഒരു അവസരം നഷ്ടപ്പെടുന്നു. ഈ ഒരു കാര്യമൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് IITകളിലുള്ള ഈ ജെൻഡർ ഇംബാലൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ മാറ്റം വരുത്താനായിട്ടാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സൂപ്പർ ന്യൂമററി സീറ്റ്സ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് സൂപ്പർ ന്യൂമററി സീറ്റ്സ്? ഇതിൻ്റെ റൂൾ എന്താണ്? ഓരോ IITകളിലും അവിടുത്തെ എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും കൺസിഡർ ചെയ്താൽ 20% ഗേൾസ് ഉണ്ടാവണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു IITയിൽ 80 സീറ്റാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 80 സീറ്റും ഫില്ല് ചെയ്യുന്നത് ബോയ്സ് ആണ്. സോ ഇവിടെയുള്ള ഗേൾസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0% ആണ് അല്ലേ? സോ 20% ഗേൾസ് ആക്കാൻ വേണ്ടി നമ്മളിവിടെ 20 സീറ്റുകൾ കൂടി ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് 100 സീറ്റാണ്. അതിൽ ഈ 20 സീറ്റ്സ് ഫീമെയിലിന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ 20 സീറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ ന്യൂമററി സീറ്റ്സ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്? സോ ഞാൻ IITയിൽ പഠിക്കുന്ന സമയത്ത് ഗേൾസിൻ്റെ നമ്പർ വളരെ കുറവായിരുന്നു. പക്ഷേ സൂപ്പർ ന്യൂമററി സീറ്റ്സ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2018 ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സിഗ്നിഫിക്കൻറ്റ് റൈസ്, ഒരുപാട് ഗേൾ കാൻഡിഡേറ്റ്സ്, ഒരുപാട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് IIT ക്യാമ്പസുകളിൽ വരുന്നുണ്ട്. സോ ഈ അവസരം നിങ്ങളും ഉപയോഗപ്പെടുത്തുക. IIT എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അക്കാഡമിക്സ്, ഇറ്റ്സ് ബിയോണ്ട് അക്കാഡമിക്സ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും ഒരുപാട് എക്സ്പോഷറും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് IIT പോലെയുള്ള അടിപൊളി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ഡ്രീം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് എവ്രിവൺ. ബൈ.